ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2025 ജൂലൈ മാസഫലമാണ് കേട്ടോ. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാലുള്ള ഫലം മാത്രം കണ്ടാൽ പോരാ, ലഗ്നം കൂടി എടുത്തു കാണും. ചന്ദ്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ്. സോ രണ്ടുകൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പ്രഡിക്ഷൻ കേൾക്കുമ്പോഴാണ് കുറച്ചൊരു ഐഡിയ കിട്ടുക. അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ എന്ത് ചെയ്യുക, ഒരു വീഡിയോയുടെയെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്ന കാണാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫലം മാത്രം കേട്ടാൽ മതി. കാരണം കൺക്ലൂഷൻ പാലിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ. ഓക്കെ, അതുകൊണ്ടാണ് അത് നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അതിന് മനസ്സിലെ വീഡിയോയിൽ കിടക്കാം. ഇടവരാശി അല്ലേ, കാർത്തിക മുക്കാൽ രോഹിണി മകേര മര അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയാം അല്ലെ. ഇടവരാശിയുടെ അല്ലെങ്കിൽ ഇടവരത്നത്തിന്റെ ഫലമായിരിക്കും നിങ്ങൾ കാണുക എന്ന് പറയാം. അപ്പം ഇടവരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ജൂലൈ മാസം എന്ന് പറയാം, പൊതുവെ നോക്കിയ ഓവറോൾ ലുക്ക് തന്നെ പറയാം, കുഴപ്പമില്ലാത്ത മാസം തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ശുക്രനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാലവ്യയോഗം നമുക്ക് പറയുന്ന സമയമാണ്. ഇടവത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ജോലി സംബന്ധമായിട്ട് പുതിയൊരു തൊഴിൽ അന്വേഷിക്കുകയാണ്, ബിസിനസ് പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പുതിയൊരു ബിസിനസ്സിലേക്ക് എടുക്കുകയാണ്, പുതിയൊരു പരിശ്രമം, പുതിയൊരു ശ്രമത്തിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ 11-ലാണ് ശനി നിൽക്കുക എന്ന് പറയാം. അതുപോലെ യാത്രകളൊക്കെ സഹായം നിൽക്കുന്ന സമയമാണ്. രാഹു 10-ൽ നിൽക്കുന്ന സമയമാണ്. ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. 2-ല് സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് സൂര്യൻ ജൂലൈ ഒരു മിഡോടെ നമ്മൾ എന്ത് ചെയ്യും, 3-ലേക്ക് രാശി മാറുന്നുണ്ട്. വ്യാഴവും ശുക്രനും കൂടി 2 നിൽക്കുന്ന സമയമാണ്. പൊതുവെ അനുകൂലമായ ഭാഗ്യ സമയത്തെ അല്ലെങ്കിൽ ഭാഗ്യമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന സമയമാണ്. ബുധനെ നോക്കിക്കഴിഞ്ഞാൽ 3-ൽ നിൽക്കുന്ന സമയമാണ്. പേര പ്രശസ്തിയൊക്കെ തരുന്ന സമയമാണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയാനുണ്ടെങ്കിൽ അത് കുജനും കേതും കൂടി ഉണ്ടാക്കി തരുന്ന കുറച്ച് നെഗറ്റിവിറ്റികൾ, അത് ഹെൽത്ത് റിലേറ്റഡുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞവരാണ്, നിങ്ങൾ മാരിഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില ചർച്ച കുറവ്, ആർഗ്യുമെന്റ്സ്, ദേഷ്യ നിമിത്തം കുറച്ച് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കിടയിലായാലും അനാവശ്യമായ സംസാരങ്ങൾ നിമിത്തം, അനാവശ്യമായ ഓരോ പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ട് സംസാരിച്ച് കുറച്ച് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയൊരു തൊഴിൽ നോക്കുന്നവർക്കായാലും അനുകൂലമാണ്. ഭാഗ്യാനുഭവങ്ങൾ തരുന്ന സമയമാണ്. പുതിയ അവസരങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്ന സമയമായിരിക്കും. നമുക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ പറ്റുന്ന സമയമായിരിക്കും. ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് നേടാൻ സാധിക്കുന്ന, കടങ്ങളൊക്കെ നമുക്ക് പയ്യെ അടയ്ക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സമയം നോക്കിയാൽ മനസ്സിന് തൃപ്തി തരുന്ന സന്തോഷകരമായ ഒരു സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ നടക്കും, പ്രശ്നമില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ശുഭകരമായ വാർത്തകളൊക്കെ കേൾക്കാനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയാം കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല അനുകൂലമായ സമയമാണ്, ഫേവറബിൾ ആയിട്ട് ടൈമാണ്. കാരണം എന്താ വെച്ചാൽ ശുക്രൻ ജന്മത്തിൽ നിൽക്കുകയാണ്, വ്യാഴം എന്ന് പറയുന്നത് 2 നിൽക്കുകയാണ്. നമുക്ക് നല്ല അറിവുകൾ തരിക, നമുക്ക് നല്ല വിദ്യാഭ്യാസം തരിക, നല്ല വിദ്യ നൽകുക, നമുക്ക് നല്ല വിദ്യ ഉപകാരപ്പെടുക, നമുക്ക് പഠിക്കാനുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കുക, നമുക്ക് മനസ്സിലെ പരീക്ഷയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുക, നമ്മൾ ഫാമിലിയിൽ നിന്നാലും നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള സപ്പോർട്ടുകൾ കിട്ടുക, വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കായാലും അനുഗ്രഹം അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം ഒരുങ്ങി കിട്ടുക എന്നൊക്കെ പറയാൻ സമയമാണ്. അതുപോലെ തന്നെ ഒരു 60 വയസ്സ് മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരുന്ന സമയമായിരിക്കും ടൈം. കോൺഫിഡൻസോടെ നിങ്ങളെ ആഗ്രഹത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നടത്തിയെടുക്കാനൊക്കെ സാധിക്കുന്ന അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആരോഗ്യ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. കാരണം ആ കുജനും കേതുവും കൂടി ഒന്നിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. സോ നിങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് ടേക്ക് കെയർ ഒക്കെ എടുക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വൈദ്യ പരിശോധന ഒക്കെ നടത്തുക. ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, പ്രാണഹീലിംഗ്, റേക്കി, അക്യുപഞ്ചർ ഏതായാലും, യുനാനി ഏത് ട്രീറ്റ്മെന്റ് ആയാലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, ആ ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വൈദ്യനെ കാണുക അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് സ്വീകരിച്ച് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇടവരാശി സംബന്ധിച്ച്. പൊതുവെ നല്ല സമയമാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ, നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ചെറിയ നെഗറ്റിവിറ്റി തോന്നിയപ്പോഴും നിങ്ങൾക്ക് പിന്നീട് അത് കണ്ടിന്യൂറ്റി നല്ല രീതിയിൽ തന്നെ എത്താനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയാം അല്ലെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേര്, നക്ഷത്രം, താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന
പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോയുടെ പൂർണ്ണമായിട്ട് കാണുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ഈ ജാതകത്തിൽ ഇന്ന ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ല നമ്മൾ ഇടുന്നത്, പൊതുവായിട്ടുള്ള ഫലമാണ്. യൂട്യൂബിലൊക്കെ വരുന്ന, യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും നമ്മുടെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക. സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കണോ, ബിഗ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ഇറങ്ങണോ പാടില്ല. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫ് നിങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. എന്നാൽ മാത്രം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം ജാതകവും നമ്മുടെ ഗോചര ഫലം കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജാതകത്തിൽ ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത്, ഏത് ദശാനാഥൻ ആരാണ്, ദശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്തിൽ, നമ്മുടെ ജാതകത്തിൽ ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്നിങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയെയും കൂടി കണക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്ത് കാണാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം, അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്ത് കാണും നിങ്ങൾ. ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ. ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ്. നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന, പലർക്കും ജാതകം ഉണ്ടാവില്ല. സോ ജാതകം ഇല്ലാത്തൊരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്നോട്ട് വീഡിയോസ് കാണുമ്പം ചന്ദ്രാൾ മാത്രം കാണാതെ ലഗ്നാലും കൂടെ എടുത്തു കാണുക. എന്നാൽ മാത്രമല്ല, കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ്. സോ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പ്രിഡിക്ഷൻസ് വരിക എന്ന് പറയുന്നത്. ഇനി ഗോചരാൾ മോശ സമയമാണോടത്ത് വിഷമിക്കേണ്ട, നമ്മുടെ ജാതകവശാൽ നല്ല സമയമായിരിക്കും. ഓക്കെ, ഇനി ജാതകാൾ മോശ സമയമാണ്, ഗോചരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചരാൾ, പക്ഷെ അവർക്ക് ഇപ്പൊ നല്ല ഫലങ്ങൾ കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകാൾ മോശ സമയം, അതുപോലെ തന്നെ പ്രശ്നത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചര, അതുകൊണ്ട് നമ്മുടെ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവജ്ഞനെ കണ്ട എന്ത് ചെയ്യുക, അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക, അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലിപ്പം നമ്മൾ വെബിനാർസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക്, ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം. കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം, അത് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇത്ര നാല് ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി അത് റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം. കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും. വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എൻ്റെ ആക്സസ് ചെയ്യാനുള്ള ഇതായില്ലോ. സോ നമ്മൾ അതിലോട്ട് പോവാണ്. അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബിൽ വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും, പക്ഷെ ഓഡിയോ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈം ടൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഫ്രീ ആകുമ്പോൾ, ഒന്ന് ലൂസ് ആകുമ്പോൾ, ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് തുടങ്ങുന്നതായിരിക്കും. സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഓക്കെ, ഓർത്ത് പ്രശ്നങ്ങൾ ഒത്തിരി ആണല്ലോ ഓർത്ത് വിഷമിക്കുക, ദുഃഖിക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഒന്നിനോർത്തും പേടിക്കാനും പാടില്ല. കൃത്യമായിട്ട് ജാഗ്രത. ഓക്കെ, ജ്യോതിഷം എന്നോ അല്ലെങ്കിൽ ഞാൻ പ്രിഡിക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഒരു സൂചനയാണ്, സിംഗിൾ ബോർഡാണ്. റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ. അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഗോൾ, നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അത്ര മാത്രമാണ്, ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാനല്ല. അത് നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മുടെ ജേണിൽ കൂടി വന്നവർക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് തന്നെയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്തു വെക്കുന്നുണ്ട്. അത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈൻഡിൽ. സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി, നമ്മൾ 25,000 സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക്. പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അതിൽ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി. പിന്നെ നമ്മൾ എന്താണ് കുറെ ഫ്രീ വെബിനാർസ് നടത്തി. പിന്നെ അതിന്റെ അപ്ഡേഷൻ എന്ന രീതിയിൽ നമ്മൾ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാർ നടത്തി. ഇപ്പൊ ദേ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ റെക്കോർഡർ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട്. ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രയോജനം, എനിക്ക് ഒരു ഉന്മേഷം നമുക്ക് കൂടുതലാണ്. കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അത് തന്നെയാണ് കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.